അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണം എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ആയതെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കോക്പിറ്റിലെ പൈലറ്റുമാരുടെ സംഭാഷണവും റിപ്പോർട്ടിലുണ്ട്. AAIB റിപ്പോർട്ടിനെതിരെ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്ത് വന്നു. AI-171 വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത സെക്കൻഡുകൾക്കുള്ളിൽ വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായി. ഇതിന് പിന്നിലെ കാരണം ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയതെന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ കണ്ടെത്തൽ. ഒരു സ്വിച്ച് ഓഫായി 1 സെക്കൻഡ് ദൈർഘ്യത്തിൽ രണ്ടാമത്തെ സ്വിച്ചും ഓഫായി. ഇത് തിരിച്ചറിഞ്ഞ വിമാനത്തിലെ ഒരു പൈലറ്റ് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് രണ്ടാമത്തെ പൈലറ്റിനോട് ചോദിച്ചു. താൻ ചെയ്തില്ലെന്നായിരുന്നു മറുപടി. കോക്പിറ്റിലെ ഓഡിയോയിൽ ഇത് വ്യക്തമാണ്. സ്വിച്ചുകൾ വീണ്ടും ഓൺ ചെയ്ത ശേഷം വിമാനം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഒരു എഞ്ചിനിൽ നേരിയ ത്രസ്റ്റ് ഉണ്ടായെങ്കിലും രണ്ടാമത്തെ എഞ്ചിന് ത്രസ്റ്റ് കൈവരിക്കാൻ കഴിഞ്ഞില്ല. റൺവേയിൽ നിന്ന് 0.9 നോട്ടിക്കൽ മൈൽ ദൂരെ വിമാനം നിലം പതിച്ചു. വിമാനത്തിലെ റാം എയർ ടർബൈനും ആക്ടിവേറ്റ് ആയിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് വിമാനം പറന്നത് 32 സെക്കൻഡുകൾ മാത്രം. പൈലറ്റുമാരുടെ ആരോഗ്യനിലയിലോ മാനസിക നിലയിലോ പ്രശ്നങ്ങളില്ല. പക്ഷി ഇടിച്ചതോ കാലാവസ്ഥ പ്രതികൂലമായതോ അപകടത്തിന് കാരണമല്ല. അട്ടിമറിക്ക് നിലവിൽ തെളിവുകളില്ലെന്നും വിശദമായ അന്വേഷണം തുടരുന്നുവെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അറിയിച്ചു. അന്തിമ റിപ്പോർട്ട് വന്നതിനുശേഷം വിശദമായി പ്രതികരിക്കാമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. അന്വേഷണത്തിന്റെ നിലവിലെ ദിശ പൈലറ്റുമാർക്കുമേൽ പഴിചാരാനാണെന്ന് AAIBയുടെ പ്രാഥമിക റിപ്പോർട്ടിനെ വിമർശിച്ച് പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തി. രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കാരണം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണത്തിലൂടെ പുറത്തു വന്നെങ്കിലും ചില ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നതിലെ ദുരൂഹത ഇപ്പോഴും മാറുന്നില്ല. വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഇതിനും ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. R. അച്യുതൻ, 24, ഡൽഹി.